അപ്പോൾ ഇവിടെ ഇതുപോലെ ഇപ്രകാരം നമ്മൾ നമ്മുടെ തമ്പ്, അതുപോലെ 4 ഫിംഗർ, ഇതാണ് 4 ഫിംഗർ എന്ന് പറയുന്നത് ചൂണ്ടുവിരൽ, അതുപോലെ തന്നെ സെൻറ്റർ ഫിംഗർ, നമ്മൾ അങ്ങനെ തന്നെ പറയുകയാണ്. 4 ഫിംഗറിന് ഇൻഡെക്സ് ഫിംഗർ എന്ന് പറയാറുണ്ട്, സെൻറ്റർ ഫിംഗറിന് മിഡിൽ ഫിംഗർ എന്ന് പറയാറുണ്ട്. ഞാൻ തൽക്കാലം ഇങ്ങനെ പറയുന്നുള്ളൂ. ഏതൊക്കെയാണ് പറയുന്നത്? തമ്പ്, അതുപോലെ തന്നെ തമ്പ് അവിടെ നിൽക്കട്ടെ ഒരു സൈഡിൽ, സെൻറ്റർ ഫിംഗർ, അതേപോലെ തന്നെ നമുക്ക് പറയേണ്ടത് സെൻറ്റർ ഫിംഗർ കഴിഞ്ഞാൽ 4 ഫിംഗർ. 4 ഫിംഗർ എന്ന് പറഞ്ഞാൽ ചൂണ്ടുവിരലാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ലെറ്റർ നോക്കുക. 4 ഫിംഗറിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ എഫ് ആണ്. എഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളതിൻ്റെ ആദ്യത്തെ ലെറ്ററും എഫ് ആണ്. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാന്തിക മണ്ഡലമാണ്, കാന്തിക മണ്ഡലം. അപ്പോൾ അതിൻ്റെയും എഫ് ആണ്, 4 ഫിംഗറിൻ്റെ എഫ് ആണ്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു. ഇതേപോലെ സെൻറ്റർ ഫിംഗറിൻ്റെ ആദ്യത്തെ ലെറ്റർ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ സെൻറ്റർ ഫിംഗറിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് സി, കറണ്ട് ആണ്. അപ്പോൾ അത് നമ്മൾ എടുക്കുമ്പോൾ സെൻറ്റർ ഫിംഗർ, കറണ്ടിൻ്റെയും ആദ്യത്തെ ലെറ്റർ എന്ത് തന്നെയാണ്? കറണ്ടിൻ്റെയും ആദ്യത്തെ ലെറ്റർ സി ആണ്. അപ്പോൾ സി. അപ്പോൾ സെൻറ്റർ ഫിംഗർ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഡയറക്ഷൻ ഓഫ് കറണ്ട്. അപ്പോൾ ഓരോന്നും തമ്മിൽ 90 ഡിഗ്രി ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ 90 ഡിഗ്രി, ഇത് രണ്ടും തമ്മിൽ 90 ഡിഗ്രി, ഇതും എടുത്തു നോക്കിയാൽ അതും തമ്മിൽ 90 ഡിഗ്രി. അപ്പോൾ 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലത്തെയും അതുപോലെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെയും, അതുപോലെ ഈ സെൻറ്റർ ഫിംഗർ അഥവാ നടുവിരൽ കറണ്ടിൻ്റെ അഥവാ വൈദ്യുതപ്രവാഹത്തിൻ്റെ ദിശയും കാണിക്കുകയാണെങ്കിൽ, ഈ തമ്പ് എന്ന് പറയുന്ന നമ്മുടെ പെരുവിരൽ എന്തിൻ്റെ ദിശയായിരിക്കും കാണിക്കുന്നത്? ഈ ബലത്തിൻ്റെ ദിശ അഥവാ ചാലകം മൂവ് ചെയ്യുന്നതിൻ്റെ ദിശ. ഇതുണ്ടോ, മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കറണ്ട് എങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്? നമ്മുടെ ഈ നടുവിരലിൻ്റെ ദിശയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട്, കറണ്ട് ഇങ്ങോട്ട് കാണിച്ചു. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇതാ ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ടാണ്, നോർത്തിൽ നിന്ന് സൗത്തിലേക്കല്ലേ മാഗ്നറ്റിൻ്റെ പുറത്ത്, കാന്തത്തിൻ്റെ പുറത്ത്. അപ്പോൾ ഇങ്ങോട്ട് അത് നമ്മളെ ചൂണ്ടുവിരൽ വെച്ച് കാണിച്ചു. അങ്ങനെയെങ്കിൽ ഈ പെരുവിരൽ അഥവാ തമ്പ് കാണിക്കുന്ന ഈ ഡയറക്ഷനാണ് നമ്മുടെ ഫോഴ്സിൻ്റെ അഥവാ ബലത്തിൻ്റെ അല്ലെങ്കിൽ മൂവ്മെൻറ്റിൻ്റെ, മോഷൻ്റെ, ചലനത്തിൻ്റെ, ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്നതിൻ്റെ ദിശ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണ്. ഇനി താഴേക്ക് ഇതിൻ്റെ ഡയറക്ഷൻ, ഈ ചാലകത്തിനെ താഴേക്കാണ് ചലിപ്പിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എക്സാമിന് ചോദിക്കാം. അങ്ങനെ ചോദിച്ച് ഈ ക്വസ്റ്റ്യനിലും അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ എന്താ? റൈറ്റ് 2 മെത്തേഡ്സ് ടു റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ. അഥവാ ചാലകത്തിൻ്റെ ചലനദിശ മാറ്റാൻ ക്രമീകരണത്തിൽ വരുത്താവുന്ന 2 മാറ്റങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ നോക്കൂ, ഈ ഡയറക്ഷൻ ഓഫ് കറണ്ട് അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, ഈ 2 കാര്യങ്ങൾ അഥവാ വൈദ്യുതപ്രവാഹത്തിൻ്റെ ദിശ അതുപോലെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ, 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ആ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ ഈ ചാലകം മൂവ് ചെയ്യുന്നത്, ചലിക്കുന്നത്. ഈ ചാലകം മേലോട്ട് മൂവ് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ ദിശ, ഇതിന് ഓരോന്നിനും ഓരോ ദിശയുണ്ട്. വൈദ്യുത പ്രവഹിക്കുന്ന ദിശയുണ്ട്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശയുണ്ട്, അഥവാ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയുണ്ട്, ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ ഇതിൻ്റെ ഈ മോഷനും റിവേഴ്സ് ചെയ്യും. അപ്പോൾ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അഥവാ ഈ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ മാറ്റാം. അത് ഏതെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചലനത്തിൻ്റെ ദിശ മാറ്റാൻ പറ്റും. നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് നോക്കിയാൽ മതി. ഏതായാലും ഇവിടെ നോക്കുക, ഇവിടെ അപ്പോൾ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, അത് ഒരു ഓപ്ഷനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ ചാലകത്തിൻ്റെ വൈദ്യുത ധാരയുടെ അഥവാ വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ മാറ്റുക, കാന്തിക ക്ഷേത്രം അഥവാ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ മാറ്റുക. ഇങ്ങനെ 2 ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ചലനത്തിൻ്റെ അഥവാ മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ചാൽ കാന്തിക മണ്ഡലത്തിൽ, കാന്തിക ക്ഷേത്രത്തിൽ വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകം വെച്ച് കഴിഞ്ഞാൽ ആ ചാലകം ചലിക്കുന്നു, മൂവ് ചെയ്യുന്നു, അതിൽ നേരെ ഫോഴ്സ് അനുഭവപ്പെടുന്നു. അപ്പോൾ ആ ഫോഴ്സിൻ്റെ ബലത്തിൻ്റെ ദിശ അല്ലെങ്കിൽ അത് ചലിക്കുന്ന ദിശ, മൂവ്മെൻറ്റിൻ്റെ ദിശ കാണാനായിട്ട് നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നു. അതെന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഡയറക്ഷൻ, ആ ദിശ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് മുകളിലേക്കുള്ളത് താഴേക്കാക്കണം, അല്ലെങ്കിൽ താഴേക്കുള്ളത് മുകളിലേക്കാക്കണം, അല്ലെങ്കിൽ ഏത് ദിശയിലാണോ ഉള്ളത് അത് നേരെ ഓപ്പോസിറ്റ് ആക്കണമെങ്കിൽ, റിവേഴ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഒന്നുകിൽ ആ കറണ്ട് നേരത്തെ ഏത് ദിശയിലാണോ പോയത് അതിൻ്റെ ഓപ്പോസിറ്റ് ആക്കുക, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലം ഏത് ദിശയിലാണ് നേരത്തെ ഉണ്ടായിരുന്നത് അത് ഓപ്പോസിറ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യാനായിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 7ാമത്തെ ചോദ്യമാണ്. എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോംഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ട്, ഫോം ചെയ്യുന്നുണ്ട്.
അതായത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകമാണ്. ഈ ബ്ലൂ കളറിൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ ഇത് നമ്മൾ അഡീഷണൽ ആയിട്ട് വെച്ചാണ്, എക്സാമിന് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളത്? റൈറ്റ് ദ ലോ ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഇങ്ങനെ ഈ ഡയറക്ഷനിൽ കറണ്ട് അഥവാ വൈദ്യുതധാരയുണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അതിൻ്റെ ഡയറക്ഷനിൽ ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആ ചാലകത്തെ പിടിക്കുക. നമ്മൾ അതിൽ പോയിട്ട് പിടിച്ചു വെക്കാൻ പറ്റില്ല, ഷോക്ക് അടിക്കും. അത് നമ്മൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അതുപോലെ പിടിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ അത് നമ്മുടെ പെരുവിരൽ, തമ്പ്, തള്ളവിരൽ, പെരുവിരൽ എന്നൊക്കെ പറയും. ഈ സംഭവം എന്ത്, അതിൻ്റെ ഡയറക്ഷനിലാണ് കറണ്ട് എന്ന് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതേ ഡയറക്ഷനിലാണ് കറണ്ട് എന്നുണ്ടെങ്കിൽ ഈ മടക്കി വെച്ചിട്ടുള്ള കേൾഡ് ഫിംഗേഴ്സ് ഉണ്ടല്ലോ, ആ ഡയറക്ഷൻ ആയിരിക്കും എന്തിനെ കാണിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ്. അഥവാ ബി എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞ് കാണിച്ച മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലമാണ്. നമ്മൾ ഈ ഐ എന്ന് പറയുന്നത് എന്താണ്? കറണ്ടാണ്, വൈദ്യുത പ്രവാഹമാണ്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ചാലകത്തിന് ചുറ്റും എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ സർക്കുലാറായിട്ട് വൃത്താകൃതിയിൽ എന്തുണ്ടാകും? മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലം ഉണ്ടാകും. അപ്പോൾ ഇത് പറയുന്നത് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. വലത്തെ കൈ വേണം പിടിക്കാനായിട്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം. തിരിച്ചും പറയാവുന്നതാണ്. അതായത് ഒരു സർക്കുലർ ആകൃതിയിലാണ് കറണ്ട് പാസ് ചെയ്ത്, ഇപ്പം നമ്മുടെ ഒരു വള അല്ലെങ്കിൽ ഒരു വലയം, അതിലേക്ക് ആ ഒരു ഷേപ്പിലാണ് കറണ്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കേൾഡ് ഫിംഗേഴ്സ്, മടക്കി വെച്ച ഫിംഗേഴ്സിന് എന്ത് ചെയ്യാം? കറണ്ടിൻ്റെ ദിശ കൊടുത്താൽ നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്, നേരെ വെച്ചിട്ടുള്ള ഈ പെരുവിരൽ എന്തിനാ ആ സമയത്ത് കാണിക്കുക? മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുക. അങ്ങനെയും പറയാം, തിരിച്ചും പറയാം. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്? കറണ്ട് ഈ പെരുവിരലിൻ്റെ ദിശ, തമ്പിൻ്റെ ദിശയിലാണെങ്കിൽ വളച്ചു വെച്ചിട്ടുള്ള ഈ കേൾഡ് ഫിംഗേഴ്സിൻ്റെ ദിശയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലം ഉള്ളതെന്ന് പറഞ്ഞു. തിരിച്ചും പറയാം, വളച്ചു വെച്ച ദിശയിലാണ് കറണ്ട്, ഈ കേൾഡ് ഫിംഗേഴ്സിൻ്റെ ദിശയിലാണ് കറണ്ട് ഉള്ളത് എന്നുണ്ടെങ്കിൽ പെരുവിരലിൻ്റെ ദിശയിൽ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡും വരാം. ഇത്തരം കേസുകൾ ഇങ്ങനെ വരും. മാഗ്നറ്റിക് ഫീൽഡ് ഇതായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ഇതായിരിക്കും, കറണ്ട്. ഓക്കെ, ഏതായാലും മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് റൂൾ, തമ്പ് റൂൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ നമ്മുടെ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ നമ്മളിങ്ങനെ ആ കറണ്ട് ക്യാരി ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മളിങ്ങനെ പിടിച്ചിരിക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് വിത്ത് യുവർ തമ്പ് പോയിന്റിങ് ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, തമ്പ് ആ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ ഇങ്ങനെ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മടക്കി വെച്ചിട്ടുള്ള കേൾഡ് ഫിംഗേഴ്സ് ഉണ്ടല്ലോ, അത് എന്തിൻ്റെ ഡയറക്ഷനായിട്ട് കാണിക്കും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനായിട്ട് കാണിക്കും. അതാണ് ഇവിടെ മലയാളത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പെരുവിരൽ വൈദ്യുതധാരയുടെ ദിശയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിൽ നിങ്ങൾ വലത് കൈകൊണ്ട് കറണ്ട് വഹിക്കുന്ന ചാലകം പിടിക്കുകയാണെന്ന് സങ്കല്പിക്കുക, പിടിക്കാൻ പോരുത്. അങ്ങനെയെങ്കിൽ മറ്റു വിരലുകൾ, അങ്ങനെ മടക്കി വെച്ചിരിക്കുന്ന വിരലുകൾ ഉണ്ടല്ലോ, അത് ചാലകത്തെ വലയം ചെയ്യുന്ന കാന്തിക ക്ഷേത്രത്തിന്റെ ദിശ കാണിക്കുന്നു. അതാണ് അതിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിനകത്ത് പറയുന്നത് ഇൻക്രീസ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് 2 മെത്തേഡ്സ് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ബൈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ്. 2 മെത്തേഡുകൾ. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ടാകുന്ന കറണ്ട്, ഒരു ചാലകത്തിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ, കാന്തിക മണ്ഡലത്തിൻ്റെ സ്ട്രെങ്ത്, ശക്തി വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് ഈ കറണ്ടാണ്. അപ്പോൾ ആ കറണ്ടിൻ്റെ ശക്തി കൂട്ടിയാൽ മതി, കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് അളവ് കൂട്ടിയാൽ മതി. അപ്പോൾ എന്താ പറയുക? സ്ട്രെങ്ത് ഓഫ് കറണ്ട് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ. അപ്പോൾ ഇൻക്രീസ് ദ കറണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? ചിലപ്പോൾ ഈ ഒരു ചാലകം ഉള്ളത് കുറേ കോയിലുകളായിട്ടായിരിക്കും. ഈ ചാലകം ചിലപ്പോൾ കോയിലിൻ്റെ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ആ കോയിലുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് കൂടും? അവിടെയുള്ള കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. നമ്പർ ഓഫ് ടേൺസ് അല്ലെങ്കിൽ കമ്പിച്ചുരുളുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള കാന്തിക മണ്ഡലം, അതിന് ശക്തി കൂടും. അപ്പോൾ ഈ 2 ഓപ്ഷൻ നമുക്ക് പറയാം. ഇൻക്രീസ് കറണ്ട്, അതുപോലെ തന്നെ ഇൻക്രീസ് നമ്പർ ഓഫ് ടേൺസ്. മലയാളത്തിലാണെങ്കിൽ ചാലകത്തിലൂടെ ഒഴുകുന്ന കറണ്ട് വർദ്ധിപ്പിക്കുക അഥവാ വൈദ്യുതപ്രവാഹം വർദ്ധിപ്പിക്കുക. രണ്ടാമത്തേത്, ഇപ്പോൾ സോളിനോയിഡൊക്കെ ആണെങ്കിൽ, അഥവാ കുറേ ചുറ്റുകളുള്ള ഇതുപോലുള്ള സംഭവങ്ങളാണെങ്കിൽ അതിൻ്റെ കോയിലിൻ്റെ അഥവാ ആ കമ്പിച്ചുരുളുകളുടെ എണ്ണം എന്ത് ചെയ്യുക? നമ്മൾ വർദ്ധിപ്പിക്കുക. ഇതാണ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, ഏത് നിയമപ്രകാരമാണ് നമുക്കതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ, കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടുപിടിക്കുക. രണ്ടാമത്തേത്, ആ കാന്തിക മണ്ഡലം, അത്തരത്തിലുണ്ടാകുന്ന വൈദ്യുതി ഒരു ചാലകത്തിൽ കൂടി പ്രവഹിക്കുന്ന കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ, കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാരിയസ് സ്റ്റേജസ് ഇൻ ദ വർക്കിംഗ് ഓഫ് എ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ അഥവാ മൈക്ക്. മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ആണ്. ഈ മൈക്കിൻ്റെ വാരിയസ് സ്റ്റേജസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് കാണിച്ചിട്ടുള്ള സ്റ്റേജസ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ റൈറ്റ് ദം ഇൻ ദ കറക്റ്റ് ഓർഡർ. ഇത് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിലും ആ സ്റ്റേജസ് ഓർഡറിലല്ല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം
ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് പോവാം. ഇപ്പോൾ നമ്മൾ ഒരാൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഭയങ്കര ശബ്ദത്തിൽ സംസാരിക്കേണ്ട ഒരാളാണ് ഇവിടെ. അയാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ സൗണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ സൗണ്ടാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ, സൗണ്ട് വേവ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ സൗണ്ട് വേവ്സ് നേരെ ഈ ഡയഫ്രത്ത് പോയി അവിടെയും ഡയഫ്രത്ത് പോയിട്ട് തട്ടും. അപ്പോൾ ഡയഫ്രം കമ്പനം ചെയ്യും, അഥവാ വൈബ്രേറ്റ് ചെയ്യും. ഡയഫ്രം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഡയഫ്രമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ആരെ വെച്ചിട്ടുള്ളത്, ഇവിടെ ഉണ്ട് ഈ കോയിൽ വെച്ചിട്ടുള്ളത്. ഈ കോയിൽ എവിടെ വെച്ചിട്ടുള്ളത്? അത് ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച കോയിൽ ഈ സൗണ്ട് വേവ്സ് ഉണ്ടാകുന്നതിനനുസരിച്ച് ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നതനുസരിച്ച് കോയിൽ ഇങ്ങോട്ടും മൂവ് ചെയ്യും. കോയിൽ മൂവ് ചെയ്യുന്ന സമയത്ത് എവിടെ കോയിൽ മൂവ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡിൽ, അഥവാ കാന്തിക മണ്ഡലം. അപ്പോൾ കാന്തിക മണ്ഡലത്തിൽ ഇതാണ് MF എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലമാണ്. ഒരു ചാലകമുണ്ട്. ഏതാ ചാലകം? നമ്മുടെ ഈ ചുരുൾ അല്ലെങ്കിൽ നമ്മൾ പറയാം കോയിൽ എന്ന് പറയാം. ഈ കോയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വെച്ചിട്ടുണ്ട്. കോയിൽ എന്ത് ചെയ്യുന്നു? ഇപ്പം മൂവ് ചെയ്യുന്നു. എന്താ കോയിൽ മൂവ് ചെയ്യാൻ ചലിക്കാനുള്ള കാരണം എന്താ? കോയിൽ ചലിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സൗണ്ട് വേവ്സ്, ശബ്ദ തരംഗങ്ങൾ വന്നിട്ട് ഈ ഡയഫ്രത്തിൽ വന്നിട്ട് തട്ടും. ഡയഫ്രം കമ്പനം ചെയ്യും. അതിനനുസരിച്ച് ഡയഫ്രവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കോയിൽ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അപ്പോൾ കോയിൽ അങ്ങനെയാണ് ചലിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചലിക്കുന്ന സമയത്ത് കാന്തിക മണ്ഡലവും ഉണ്ട്, ചാലകം ചലിക്കുന്നുമുണ്ട്. നേരത്തെ എങ്ങനെയായിരുന്നു? നേരത്തെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്തിക മണ്ഡലമുണ്ട്, വൈദ്യുതി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാലകമുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ ചാലകത്തിൽ ഒരു ബലമുണ്ടായി, ആ ചാലകം മൂവ് ചെയ്തു, അനങ്ങി, ചലിച്ചു. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് നേരത്തെ പോലെ കാന്തിക മണ്ഡലമുണ്ട്, പക്ഷേ പിന്നെ അതുപോലെ തന്നെ ചാലകമുണ്ട്. പക്ഷേ ഈ ചാലകം ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഈ ചാലകത്തിൽ കൂടെ കറണ്ട് കടന്നു പോകുന്നില്ല. പകരം എന്ത് ചെയ്യുന്നുണ്ട്? ചാലകം ഇവിടെ ചലിക്കുന്നുണ്ട്. നേരത്തെ ചാലകത്തെ റിസൾട്ടായിട്ട് ചലനം കിട്ടുകയായിരുന്നു. ഇവിടെ ചാലകത്തെ റിസൾട്ടായിട്ടല്ല, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻപുട്ടായിട്ട് ചാലകത്തിനെ ചലിപ്പിക്കുന്നുണ്ട്. അപ്പം കാന്തിക മണ്ഡലത്തിൽ ചാലകം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഫാരഡേയുടെ വൈദ്യുത കാന്തിക പ്രേരണ നിയമം, അഥവാ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന സംഭവം. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണ നിയമം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രേരണ നിയമം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. അതായത് ഒരു കാന്തിക മണ്ഡലത്തിൽ ഒരു ചാലകം വെച്ച് ആ ചാലകത്തിനെ ചലിപ്പിക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാകും? ഒരു EMF പ്രേരണം ചെയ്യപ്പെടും, ഒരു വൈദ്യുതി പ്രേരണം ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ വൈദ്യുതി അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആ വൈദ്യുതി എവിടെ ഉണ്ടാവുക? ഈ കോയിൽ. കാരണം എന്തിനെ നമ്മൾ ചലിപ്പിക്കുന്നത്? കോയിലിനെയാണ് നമ്മൾ എവിടെ ചലിപ്പിക്കുന്നത്? ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ, കാന്തിക മണ്ഡലത്തിൽ. എന്തുകൊണ്ടാണ് കോയിൽ ചലിക്കാനുള്ള കാരണം? നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ചുള്ള ശബ്ദ തരംഗങ്ങൾ, സൗണ്ട് വേവ്സ് വന്ന് ഡയഫ്രത്തിൽ തട്ടി ഡയഫ്രം വൈബ്രേറ്റ് ചെയ്ത് കമ്പനം ചെയ്ത് ആ ഡയഫ്രം കോയിലിനെ ചലിപ്പിക്കുന്നു. കോയിൽ എവിടെ കിടന്നാൽ കോയിൽ വെറുതെ കിടന്ന് ചലിച്ചാൽ കുഴപ്പമില്ല, മൂവ് ചെയ്താൽ കുഴപ്പമില്ല. അത് എവിടെ കിടന്നിട്ടാണ് മൂവ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡിലാണ്, കാന്തിക മണ്ഡലത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകും? ഒരു വൈദ്യുതി പ്രേരണം ചെയ്യപ്പെടും, EMF പ്രേരണം ചെയ്യപ്പെടും. ഓക്കെ ആണോ? ക്ലിയർ? അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കി ഈ സ്റ്റേജിലൊന്ന് പറയും. ഫസ്റ്റ് സ്റ്റേജ് ഇതിൽ ഏതായിരിക്കും? ഫസ്റ്റ് എന്ന് പറയുന്നത് സൗണ്ട് എനർജിയാണ്. രണ്ടാമത്തെ സൗണ്ട് എനർജി എവിടെ വരും? ഡയഫ്രത്തിൽ തട്ടി ഡയഫ്രം എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യും. അപ്പോഴോ ആ ഡയഫ്രവുമായിട്ട് ടച്ച് ചെയ്ത് കോയിൽ വൈബ്രേറ്റ് ചെയ്യും. അത് എവിടെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡിൽ. അപ്പോൾ അവിടെ എന്തുണ്ടാകും? ഒരു വൈദ്യുതി ഉണ്ടാകും, ഇലക്ട്രിക് സിഗ്നൽ ഉണ്ടാകും. ഇതാണ് മൈക്കിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതാണ് ഇവിടെ ഇത്. സൗണ്ട് എനർജി, ഡയഫ്രം വൈബ്രേറ്റ്, കോയിൽ വൈബ്രേറ്റ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ട് ഇലക്ട്രിക് സിഗ്നൽ ഉണ്ടാവും. എന്താ പ്രിൻസിപ്പിൾ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മലയാളത്തിലും അതേപോലെ തന്നെ നമ്മളിവിടെ പറയുന്നുണ്ട്. വൈദ്യുത സിഗ്നൽ ഉണ്ടാവും. ഏതാ ഫസ്റ്റ് ശബ്ദോർജ്ജം. രണ്ടാമത്തെ ഏതാ? ഡയഫ്രം കമ്പനം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? കാന്തിക കമ്പിച്ചുള്ളിൽ ചലിക്കും. അപ്പോൾ എന്തുണ്ടാവും? വൈദ്യുത സിഗ്നൽ ഉണ്ടാവും. എന്താ അതിൻ്റെ കറക്റ്റ് പേരെന്താ? വൈദ്യുത കാന്തിക പ്രേരണം. ആ ഫാരഡേയുടെ, അതും കൂടെ പറയണം, ഫാരഡേയുടെ വൈദ്യുത കാന്തിക പ്രേരണ നിയമം. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് സൺലൈറ്റ് ഒബ്ലിക്ക് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞിട്ട് ഒരു ഗ്ലാസ് പ്രിസത്തിൽ വന്ന് വീഴുകയാണ്. അങ്ങനെയെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ചിത്രം നിങ്ങൾ വരയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നോക്കുക. ഇവിടെ ഒരു പ്രിസം ഇങ്ങനെ തിരിച്ചാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ സ്ക്രീൻ ഉണ്ട്. ആ സ്ക്രീനിൽ എന്താ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്ന് റിഫ്രാക്ഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അപവർത്തനം എന്നാണ് നമ്മൾ പറയുക. അപവർത്തനം അല്ലേ? രണ്ടാമത്തേത് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പ്രകീർണനം എന്നൊക്കെ പറയും. പ്രകീർണനം എന്ന് പറഞ്ഞാൽ
ഒരു വൈറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ അത് പല കളറുകളായിട്ട് 7 നിറങ്ങളായിട്ട് മാറുക. അതിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രകീർണനം. അപ്പോൾ പ്രിസം പ്രകീർണനം ഡിസ്പേർഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റ് വന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോഴത്തേനുണ്ടാവും ഇവിടെ കളറായിട്ട് മാറി. അപ്പം ഞാനൊരു ഇവിടെ ഒരു ഇമേജ് ഫിഗർ കാണിച്ചു തരാം. ഈ ചിത്രം നോക്കുക. ഇവിടെ ഇതാ വൈറ്റ് ലൈറ്റ് ഇങ്ങനെ വരികയാണ്, ധവള പ്രകാശം ലൈറ്റ് ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വന്നിട്ട് പ്രിസത്തിലേക്ക് എൻ്റർ ചെയ്തു. പ്രിസത്തിലേക്ക് എൻ്റർ ചെയ്ത ഉടനെ തന്നെ ശരിക്കും ഇത് എങ്ങനെയാണ് പോകേണ്ടിയിരുന്നത് നോക്കൂ. ഈ ഒരു വഴി കൂടെ എങ്ങനെയാണ് പോവേണ്ടിയിരുന്നത്, ഇങ്ങനെയാണ് പോവേണ്ടിയിരുന്നത്. പക്ഷേ അതങ്ങനെ പോയില്ല. അതിനൊരു ബെൻഡിങ് ഉണ്ടായി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബെൻഡ് ചെയ്തു. ആ ബെൻഡിങ് ഉണ്ടാവുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, റിഫ്രാക്ഷൻ എന്ന് പറയുക. എന്ത് പറയുക, റിഫ്രാക്ഷൻ എന്ന് പറയുക. അതേസമയം ബെൻഡിങ് മാത്രമാണ് ഉണ്ടായത്, അല്ല, അങ്ങനെ കളറുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്പേർഷൻ എന്ന് പറയുക. എന്ത് പറയുക, ഡിസ്പേർഷൻ. അഥവാ അപവർത്തനമുണ്ടായി. അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ടായി, പ്രകീർണനമുണ്ടായി. എന്തുണ്ടായി, പ്രകീർണനമുണ്ടായി. ഓക്കെ ആണോ? യെസ്. അപ്പോൾ ഇങ്ങനെ ഇതിങ്ങോട്ട് വളഞ്ഞു. കാരണം നമുക്കറിയാം ഇതൊരു റെയറർ മീഡിയമാണ്, ഇതൊരു ഡെൻസർ മീഡിയമാണ്. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഈ പ്രകാശരശ്മിക്ക് എന്താ സംഭവിക്കുക, ടുവേർഡ്സ് ദ നോർമൽ, ലംബത്തിനോട് ചേർന്ന് നിൽക്കും. ടുവേർഡ്സ് നോർമൽ. ടുവേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പെർപെൻഡിക്കുലർ, ടുവേർഡ്സ് പെർപെൻഡിക്കുലർ എന്നാണ് ടുവേർഡ്സ് നോർമൽ. ടുവേർഡ്സ് എന്ന് പറഞ്ഞാൽ അതിന് നേരെ, ഏതിന് നേരെ, ലംബത്തിന് നേരെ, പെർപെൻഡിക്കുലറിന് നേരെ. അപ്പം ഇതാണ് നമ്മളിവിടെ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ. ഏതാണെന്ന് ആദ്യം നോക്കണം. ഇവിടെ ഒരു പെർപെൻഡിക്കുലർ നമ്മളിവിടെ വരയ്ക്കണം. ഏതാ പെർപെൻഡിക്കുലർ? ഇതാ ഇവിടെ കാണിക്കുകയാണ്. ഇതാ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരയ്ക്കണം. ഇതാണ് പെർപെൻഡിക്കുലർ, ലംബം. ഇതാണ് നമ്മുടെ ലംബം, ഇവിടുത്തെ ലംബം. അപ്പോൾ ആ ലംബത്തിൻ്റെ അടുത്തേക്ക് കണ്ടോ, നേരെ പോവാതെ അത് എന്ത് ചെയ്തു, ലംബം ഈ താഴെയല്ലേ, അപ്പോൾ ലംബത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്തു. അതാണ് ഈ കാണുന്നത്, ടുവേർഡ്സ്. അപ്പോൾ ആർ ടു ഡി ആണെങ്കിൽ റെയറർ ടു ഡെൻസർ, അഥവാ പ്രകാശ സാന്ദ്രത കുറഞ്ഞതിനെയാണ് റെയറർ എന്ന് പറയുക, പ്രകാശ സാന്ദ്രത കൂടിയതിനെയാണ് ഡെൻസർ എന്ന് പറയുക. അപ്പോൾ കുറഞ്ഞിടത്ത് നിന്ന് കൂടിയിടത്തേക്ക്, റെയറർ ടു ഡെൻസറിലേക്ക് പോയപ്പോൾ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞിടത്ത് നിന്ന് റെയറർ, അവിടുന്ന് ഡെൻസറിലേക്ക് കൂടിയിടത്തേക്ക് പോയപ്പോൾ ടുവേർഡ്സ് നോർമൽ, ലംബത്തിനോട് ചേർന്ന്. അപ്പോൾ ലംബത ഇതാണ് ലംബം. അപ്പോൾ അതിനോട് ചേർന്ന് വരുമ്പോൾ നേരെ പോകുന്നതിന് ഒരു താഴേക്ക് ഇങ്ങോട്ട് വന്നു. ഇനി വീണ്ടും ഇവിടുന്ന് ഇതൊരു ഡെൻസർ മീഡിയമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതൊരു ഡെൻസർ മീഡിയമാണ് അല്ലേ. ഇതെന്താ, റെയറർ മീഡിയമാണ്. എഗെയിൻ ഡെൻസർ ടു റെയറിലേക്ക് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കണേ, ശരിക്കും ഇവിടെ എന്തായിരുന്നു വേണ്ടിയിരുന്നത്, ഇതെങ്ങനെയാണ് പോകേണ്ടിയിരുന്നത് നോക്ക്. ഇത് കറക്റ്റ് ഇത് അങ്ങനെ പോകേണ്ടിയിരുന്നത്. ഇപ്പോൾ ഒരു ഡിസ്പേഴ്സ് ചെയ്ത് പല കളറായെങ്കിലും ഇത് ശരിക്കും എങ്ങനെ പോകേണ്ടിയിരുന്നത്, ഇങ്ങനെയാണ് പോകേണ്ടിയിരുന്നത് അല്ലേ. പക്ഷേ ഇതെങ്ങനെ പോയത്, അവിടുന്ന് താഴേക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്തു. എന്തുകൊണ്ടാണ് മൂവ് ചെയ്യാൻ കാരണം? അപ്പോൾ ഇവിടെ നമ്മൾ ലംബം വരച്ച് നോക്കുക. അവിടെ നമ്മൾ ലംബം വരച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ലംബം എങ്ങനെയാണ് വരിക, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ലംബം. അപ്പോൾ ആ ലംബത്തിലെത്തുമ്പോൾ എന്താ സംഭവിക്കുക, ഡെൻസർ ടു റെയറർ ആണ്. ഡെൻസർ ടു റെയറർ എന്ന് പറഞ്ഞാൽ എങ്ങനെ പോവുക, ഡെൻസർ ടു റെയറർ, പ്രകാശ സാന്ദ്രത കൂടിയിടത്ത് നിന്ന് കുറഞ്ഞിടത്തേക്ക്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയിടത്ത് നിന്ന് കുറഞ്ഞിടത്തേക്ക്. അപ്പം എവേ ഫ്രം നോർമൽ, ലംബത്തിൽ നിന്ന് അകന്നാ പോവുക. അപ്പം ലംബം ഇതാണ് ലംബം, ഇതല്ലേ ലംബം. ലംബത്തിൽ നിന്ന് അകന്ന്, അപ്പം ലംബത്തിൻ്റെ അടുത്തേക്കല്ല, ലംബത്തിൽ നിന്ന് അകന്ന് പോകണം. അപ്പം ലംബത്തിൽ നിന്ന് അകന്ന് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഇതിൽ കൂടെ പോകേണ്ടിയിരുന്ന ആള്, പക്ഷെ ഇങ്ങോട്ട് പോയാൽ ലംബത്തിൻ്റെ അടുത്തേക്ക്, അപ്പം അങ്ങോട്ട് പോകില്ല. എങ്ങനെ പോകാം, ലംബത്തിൽ നിന്ന് അകന്ന് ഇങ്ങോട്ട് താഴേക്കാണ് വരിക. ഓക്കെ ആണല്ലോ. ഇത് പഠിക്കാനുള്ള എളുപ്പ വഴി DR എന്ന് പറയുമ്പോൾ എന്താ, ഡോക്ടർ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് അല്ലേ, DR. അപ്പോൾ DRൽ എവേ എന്ന് ആലോചിച്ചാൽ മതി, എവേ ഫ്രം ദ നോർമൽ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഓർക്കുക, ആൻ ആപ്പിൾ എ ഡേ കീപ് യുവർ ഡോക്ടർ എവേ, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ DR ഡെൻസർ ടു റെയറിലേക്ക് പ്രകാശരശ്മി ലൈറ്റ് റേ പോകുമ്പോൾ എവേ ഫ്രം ദ നോർമൽ എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കറിയാവുന്ന കേസാണ്. അപ്പോൾ ഇവിടെ റെഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, റെഡിൻ്റെ വേവ് ലെങ്ത് വളരെ കൂടുതലാണ്, ലാംഡ വേവ് ലെങ്ത് വളരെ കൂടുതലാണ്. കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് കുറച്ച് ഡീവിയേറ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, കുറവാണ്. ഡീവിയേഷൻ കുറവാണ്, അത് വ്യതിയാനം കുറവാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ മോൾ ഭാഗത്ത് വന്നത്. കുറച്ച് ഈ അടിയിലുള്ള നോക്ക്, പിന്നെ വയലറ്റ്, ഇൻഡിഗോ, ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യും, വളരെ കൂടുതലായിട്ട് ഡീവിയേറ്റ് ചെയ്യും. കാരണം അതിൻ്റെ വേവ് ലെങ്ത് എന്താണ്, ഇവിടെ വേവ് ലെങ്ത് കുറവാണ്. വേവ് ലെങ്ത് കുറവായതുകൊണ്ട് ഡീവിയേഷൻ എന്ത് ചെയ്യും, ഡീവിയേഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ആ കളറുകൾ അങ്ങനെ വരാനുള്ള കാരണം. അപ്പോൾ ഇത് കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ വരയ്ക്കുന്നത്. ഇത് ഇവിടുന്ന് സൺലൈറ്റ്, ഇതിപ്പോൾ നേരെ തിരിച്ചുള്ള ചിത്രമാണ്, അത് ആലോചിച്ചാൽ മതി. നേരെ തിരിച്ചു വെച്ചാൽ നമ്മൾ അതിൽ കാണിച്ചത് നേരെ കുത്തനെയായിരുന്നു അല്ലേ. അപ്പോൾ സൺലൈറ്റ് ഇങ്ങനെ വന്നു, സൺലൈറ്റ് വന്നിട്ട് ഇതാണ് നമ്മുടെ ലംബം എന്ന് പറയുന്നത്.
അപ്പോൾ ശരിക്കും നേരെ ഇങ്ങനെ പോകേണ്ടതായിരുന്നു. അപ്പോൾ അതിന് പകരം ഇങ്ങനെ പോയി. അതിന് കാരണം എന്താ? റെയറർ ടു ഡെൻസർ ആണ്. അപ്പോൾ ടുവേർഡ്സ് ദ ലംബം, ടുവേർഡ്സ് നോർമലാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നു. ഇനി അത് വീണ്ടും അത് അപ്പോൾ മാത്രമല്ല അവിടെ സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ അത് ഇങ്ങനെ പോകേണ്ടതായിരുന്നു, പക്ഷെ അങ്ങനെ പോകുന്നതിന് പകരം ഇങ്ങോട്ട് ഇതായി. അതിന് കാരണം എന്താ? ഇതാണ് നമ്മുടെ ഇവിടുത്തെ നോർമൽ ലംബം എന്ന് പറയുന്നത്. അപ്പം ഡെൻസർ ടു റെയറർ, അപ്പോൾ അവേ ഫ്രം ദ ലംബം, ലംബത്തിൽ നിന്ന് അകന്ന്, അതായത് മുകളിലേക്കാണ് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതന്നെയല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ലേ? കോപ്പി ദ ഡയഗ്രാം ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. മാർക്ക് ദ കളേഴ്സ് സീൻ ഓൺ ദ സ്ക്രീൻ. ആ സ്ക്രീനിൽ കാണുന്ന കളേഴ്സ് ഏതൊക്കെയാ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോർ മൊത്തം കാണും. അപ്പോൾ അത് എവിടെയാ ഏറ്റവും കൂടുതൽ? ഇത് മുകളിലാണോ താഴെയാണോ? ഇവിടെ ഈ കേസിൽ ഇവിടെ വയലറ്റ് മുകളിൽ, റെഡ് താഴെ ആയിരിക്കും. കാരണം ഇത് നേരെ തിരിച്ചാണ്, മറ്റേ നേരത്തെ കാണിച്ച ചിത്രത്തിന് നേരെ തിരിച്ചാണ്. അപ്പോൾ കുറച്ച് ഡീവിയേഷൻ ആർക്കാ? റെഡിനായിരിക്കും കുറഞ്ഞ ഡീവിയേഷൻ. ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ആർക്കായിരിക്കും? വയലറ്റിനായിരിക്കും. കാരണം അവിടുത്തെ വേവ് ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ് ഡീവിയേഷൻ, വ്യതിയാനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് 10ാമത്തെ ചോദ്യമാണ്. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മേക്ക് ദ ഫിലമെന്റ് ഓഫ് ആൻ ഇൻകാൻഡസെന്റ് ലാമ്പ്? വാട്ട് പ്രോപ്പർട്ടീസ് മേക്ക് ദിസ് മെറ്റീരിയൽ സ്യൂട്ടബിൾ ഫോർ ദിസ് പേർപ്പസ്? ഇൻകാൻഡസെന്റ് ലാമ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന സാധാരണ ബൾബ് എന്ന് പറയുന്ന സാധനമില്ലേ, നമ്മൾ ഇങ്ങനെയുള്ള ഇൻകാൻഡസെന്റ് ലാമ്പ്, ഇങ്ങനെ ഒരു ഫിലമെന്റ് ഉണ്ടാവും അതിനകത്ത്. ടങ്സ്റ്റന്റെ ഫിലമെന്റ് ആണ്. അപ്പോൾ അതുണ്ടാക്കാൻ ഏത് മെറ്റീരിയലാണ്? ടങ്സ്റ്റൺ ആണ് നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ടങ്സ്റ്റൺ, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിൻ്റെ പിന്നെ എന്തൊക്കെ സവിശേഷതകൾ ഉള്ളത് കൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻകാൻഡസെന്റ് ലാമ്പിൽ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? അത് ടങ്സ്റ്റൺ ആണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രോപ്പർട്ടീസ് ഒന്ന്, അതിൻ്റെ റെസിസ്റ്റിവിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിന് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഹീറ്റ് ഉണ്ടാക്കും കൂടുതൽ. അതിലേക്കൂടെ കറണ്ട് കടന്നു പോയി കഴിഞ്ഞാൽ കൂടുതൽ ഹീറ്റ് ഉണ്ടാവും. H = I²RT, ജൂൾ നിയമമാണ് അവിടെ ഉള്ളത്. ജൂൾ നിയമം അല്ലേ? ജൂൾ നിയമം, ജൂൾസ് ലോ, H = I²RT എന്ന് പറഞ്ഞാൽ ഹീറ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ അത്രയും ഹീറ്റ് ഉണ്ടാകുമ്പോൾ, ആ ഹീറ്റ് ഉണ്ടാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി കൂടുതലായിരിക്കണം. അപ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുതലൊന്ന്. അതുപോലെ അത് ഹീറ്റ് ഉണ്ടായിട്ട് എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്യുമ്പം അത് വൈറ്റ് ലൈറ്റ് അതിൽ നിന്ന് പുറത്തേക്ക് വരും. അത് ചുട്ടുപഴുത്ത് വൈറ്റ് ലൈറ്റ് പുറത്തേക്ക് വരും. പിന്നെ ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ദ്രവണാങ്കം കൂടുതലാണ്. ഓക്കെ, ദ്രവണാങ്കം എന്ന് പറഞ്ഞാൽ 3422 ഡിഗ്രി സെൽഷ്യസ് എങ്ങനെയാണെന്ന് തോന്നുന്നു. അത്രയും ചൂട് ടെമ്പറേച്ചർ അവിടെ അത്രയും താപനിലയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ്, അതിനനുസരിച്ചുള്ള ചൂട് അവിടെ കൊടുത്തെങ്കിൽ മാത്രമാണ് അത് ഉരുകുള്ളൂ. അപ്പോൾ ഉരുകാതെ നിൽക്കണം. കാരണം നമുക്ക് എന്താ വേണം? അത് ഉരുകാതെ, കറണ്ട് കടന്നു പോകുമ്പോൾ ഉരുകാൻ പാടില്ല. അതായത് കത്തി, എന്താ വേണ്ട? അതിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പം അവിടെ ഹീറ്റായി അത് വൈറ്റ് ലൈറ്റ് ഉണ്ടാക്കുക വേണ്ട, അല്ലാതെ അത് ഉരുകി പോവല്ല വേണ്ട. അതുകൊണ്ട് ഹൈ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവണാങ്കം കൂടുതലായിരിക്കണം. ചൂടാകുമ്പോൾ ധവളപ്രകാശം, അത് വൈറ്റ് ലൈറ്റ് ഉണ്ടാവണം. പിന്നെ ഉയർന്ന റെസിസ്റ്റിവിറ്റി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം, അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ സി ആണ്. സെക്ഷൻ സിയിൽ നമുക്ക് പറയാം